ഹായ് എവരിവൺ, K4 ഹിന്ദിയുടെ ഇന്നലെ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ നമുക്ക് നോക്കിയാലോ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എക്സാം ഒക്കെ? എളുപ്പമായിരുന്നോ? ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് എളുപ്പമായിരുന്നിരിക്കണം പഠിച്ചിട്ടുള്ളവർക്ക്, അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നാഗാർജുൻ കാ കാവ്യ സംഗ്രഹ ഇൻമേം കോൺസാ ഹെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നാഗാർജുന്റെ കാവ്യ സംഗ്രഹ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ആർത്തി ഓർ അങ്കാരെ, യുഗധാര, യുഗവാണി, രസവന്തി. ഏതാണ് ആൻസർ വരാം? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരാം. യുഗധാരയാണ്. നാഗാർജുന്റെ കവിതാ സംഗ്രഹ യുഗധാരയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. इनमें कौन सी रचना मैथिली शरण गुप्त की नहीं है? ഓക്കെ, മൈഥിലി ശരൺ ഗുപ്തന്റെ രചന അല്ലാത്തത് ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഭാരത് ഭാരതി, യുഗവാണി, ജയദ്രഥ്വത, വിഷ്ണുപ്രിയ. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, യുഗവാണി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭാരത് की संविधान सभा ने किस तारीख को भारत संघ की राजभाषा के रूप में हिंदी को मान्यता दी? ഓക്കെ, അപ്പോൾ രാജഭാഷയായിട്ട് ഹിന്ദിയെ അംഗീകരിച്ചത് ഏത് വർഷമാണ്, ഏത് ദിവസമാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? ഏതായിരിക്കും ആൻസർ വരാം? ഓപ്ഷൻസ് നോക്കാം. 14 സിതംബർ 1950, 14 സിതംബർ 1945, then 26 ജനുവരി 1950, 15 ആഗസ്റ്റ് 1947. ഏതാണ് ആൻസർ വരാം? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരാം. 14 സെപ്റ്റംബർ 1949 ഹിന്ദിയെ രാജഭാഷയായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, അല്ലേ? അടുത്ത നോക്കാം. 74ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മീന കുവേ സെ പാനി ലായി ഹെ, യഹാം കുവേ സെ മേം പ്രയുക്ത കാരക് കോൺസാ ഹെ? കുവേസെ എന്ന് പറയുന്നതിൽ ഇവിടെ ഏത് കാരകാണ് വരുന്നത്? ഓപ്ഷൻസ് നോക്കാം. അധികരൺ കാരക്, അപാദാൻ കാരക്, കരൺ കാരക്, സമ്പ്രദാൻ കാരക്. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരാ, കരൺ കാരക്. ഓക്കെ, കരൺ കാരകാണ്. കാരകൊക്കെ നമ്മൾ പഠിച്ചാണ്. കാരക് പഠിച്ചാൽ തന്നെ ഗ്രാമറിൽ നിന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തുളസീദാസ് കി രചന ഇൻമേം കോൺസി ഹെ? ഭക്തികാലിൽ വരുന്ന മെയിൻ റൈറ്റർ തന്നെയാണ് തുളസീദാസ്. അദ്ദേഹത്തിന്റെ രചന ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അല്ലേ? അദ്ദേഹത്തിന്റെ രചന ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഭക്തമാല, സാഹിത്യലഹരി, കൃഷ്ണഗീതാവലി, രാമചന്ദ്രിക. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും തുളസീദാസിന്റെ രചന? നമ്മൾ തുളസീദാസിന്റെ രചനകൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ആൻസർ ആണ് കൃഷ്ണഗീതാവലി എന്ന് പറയുന്നത്. കൃഷ്ണനെ കുറിച്ച് തുളസീദാസ് എഴുതിയ ഒരു രചനയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് കൃഷ്ണഗീതാവലി ആരുടെ രചനയാണെന്ന്. കാരണം തുളസീദാസ് ശരിക്കും രചനകൾ എഴുതിയിരിക്കുന്ന രാമനെ കുറിച്ചാണെങ്കിൽ കൂടി കൃഷ്ണനെ കുറിച്ചും അദ്ദേഹം രചനകൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൃഷ്ണഗീതാവലിയാണ് ആൻസർ വരാ. ഓക്കെ, നമ്മൾ ഭക്തി കാലഘട്ടത്തിൽ പഠിച്ചതാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. അടുത്ത നോക്കാം. 76ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബിഹാരി കാ സംബന്ധ് കിസ്കെ ദർബാർ സെ ഹെ? ആരുടെ ദർബാറി കവിയായിരുന്നു? ബിഹാരി. രീതികാലില് നമ്മൾ ബിഹാരിനെ പഠിച്ചപ്പോൾ അതും പഠിച്ചിട്ടുണ്ട്. ഏത് രാജാവിന്റെ കീഴിലായിരുന്നു ബിഹാരി എന്ന് നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻസ് നോക്കാം. സമ്രാട്ട് അക്ബർ കെ, ജയ്പൂർ നരേഷ് ജയ്സിൻഹ് കെ, സമ്രാട്ട് ചന്ദ്രഗുപ്ത കെ, സമ്രാട്ട് പൃഥ്വിരാജ് ചൗഹാൻ കെ. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, ജയ്പൂർ നരേഷ് ജയസിൻഹ് കെ. ओके, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻമേം കിസ്കി ഗണന പ്രഗതിവാദി സാഹിത്യകാർ കെ രൂപ में की जाती है? ഇതില് പ്രഗതിവാദി സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻസ് നോക്കാം. കേദാർനാഥ് അഗ്രവാൾ, ഘനാനന്ദ്, മത്തിറാം, മഹാവീർ പ്രസാദ് ദ്വിവേദി. വളരെ ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രഗതിവാദി സാഹിത്യകാരൻ ആരാണെന്ന് ഓപ്ഷൻസ് നോക്കാം. ഘനാനന്ദും മത്തിറാമൊക്കെ എവിടെ വരുന്നതാ? അവരൊക്കെ രീതികാലിൽ വരുന്ന റൈറ്റേഴ്സ് ആണ്. അപ്പൊ ഇവരൊന്നും അല്ല നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും, അല്ലേ? അല്ല എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഘനാനന്ദും മത്തിറാമും പ്രഗതിവാദി സാഹിത്യകാരന്മാരല്ല. പിന്നെ വരുന്നത് മഹാവീർ പ്രസാദ് ദ്വിവേദിയാണ്. ദ്വിവേദിയും പ്രഗതിവാദി സാഹിത്യകാരനല്ല. അദ്ദേഹം ദ്വിവേദി യുഗിൽ വരുന്ന റൈറ്റർ ആണ്. ഓക്കെ, ദെൻ ആൻസർ ആരാണ് വരാ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, കേദാർനാഥ് അഗ്രവാൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാത് കോ ठंड में यहाँ सोना तो ना पड़ेगा? पूस की रात कहानी के अंत में हल्कू ने अपनी पत्नी मुन्नी से सब क्यों कहा था? ऑप्शंस नोका. उसके गेत का सत्यानाश हो गया था, उसने अपने गेत को बेच लिया था,
वह गेती से धनी हो गया था, उसने गेती की कढ़ाई पूरी कर ली थी. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. उसने उसके गेट का सत्यानाश हो गया था. ओके, അടുത്ത क्वेश्चन. गर्मी में आराम से सोया नहीं जाता, वाच्य की दृष्टि से यह वाक्य किस कोटि में है? ऑप्शंस നോക്കാം. भाववाच्य, कर्तृवाच्य, कर्मवाच्य, देन इनमें से कोई नहीं. ഏതാണ് ആൻസർ വരാ? आराम से, गर्मी में आराम से सोया नहीं जाता. ഏത് വാച്യാണ് വരാത്? ഓപ്ഷൻസിൽ നിന്നും ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ഭാവവാച്യാണ് ആൻസർ വരുന്നത്. അടുത്ത നോക്കാം. എടി छोटी का जोर लगाना मुहावरे का अर्थ क्या है? ऑप्शंस നോക്കാം. भरपूर प्रशंसा करना, कठिन परिश्रम करना, साज श्रृंगार करना, भरपेट भोजन करना. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. कठिन परिश्रम करना. അടുത്ത क्वेश्चन. प्रथम रश्मि का आना रंगिणी तूने कैसे पहचाना, यहाँ कहाँ है बाल विहंगिनी, पाया तूने वह गाना, यहाँ कवि ने किसको संबोधित किया है? 81ാമത്തെ क्वेश्चन ആണ്. ऑप्शंस നോക്കാം. प्रथम रश्मि को, बारिश को, चिड़िया को, प्रकृति को. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. प्रथम रश्मि. അടുത്ത क्वेश्चन. वैक्सीनेशन के लिए प्रयुक्त हिंदी शब्द कौन सा है? वैक्सीनेഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹിന്ദി വേർഡ് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഉപചാർ, ദവാലേന, ദവാഖാന, टीकाकरण. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാ. टीकाकरण. ओके, അടുത്ത क्वेश्चन. आपका बंडी उपन्यास में चित्रित प्रमुख समस्या क्या है? आपका बंडी എന്ന ഉപന്യാസത്തിലെ എന്ത് സമസ്യയാണ് വരുന്നത്? ഓപ്ഷൻസ് നോക്കാം. സാമ്പ്രദായികത, ബേക്കാരി, പാരിവാരിക് വിഘടൻ, ഗരീബി. ഏതാണ് ആൻസർ വരാ? പാരിവാരിക് വിഘടൻ ആണ് അവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത क्वेश्चन. महादेवी वर्मा को अपनी मृत गिलहरी गिल्लू की याद अचानक कैसे आई? ऑप्शंस നോക്കാം. गिल्लू का चित्र देखकर, दूसरी गिलहरी को देखकर, एक घोंसले को देखकर, सोनजूही की कली को देखकर. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാ. सोनजूही की कली को देखकर. അടുത്ത क्वेश्चन. भारतीय संविधान के किस अनुच्छेद के अनुसार संघ की राजभाषा हिंदी और लिपि देवनागरी होगी? ऑप्शंस നോക്കാം. अनुच्छेद 340, अनुच्छेद 353, अनुच्छेद 343, अनुच्छेद 320. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അനുച്ഛേദ 343. അടുത്ത क्वेश्चन. 86ാമത്തെ क्वेश्चन ആണ്. प्यास शब्द किस प्रकार बन गया है? प्यास എന്ന വേർഡ് എങ്ങനെയാണ് ഉണ്ടായത്? ഓപ്ഷൻസ് നോക്കാം. प्या प्लस सा, पा प्लस यास, पी प्लस आस, पी प्लस यास. ഓക്കെ, ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. പി പ്ലസ് ആസ്. അടുത്ത क्वेश्चन. आचार्य महावीर प्रसाद द्विवेदी द्वारा संपादित പത്രിക കോൺസി ഹെ? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? മഹാവീർ പ്രസാദ് ദ്വിവേദി സമ്പാദകയായിരുന്ന പത്രിക ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ജാഗരൺ, ഹംസ, സരസ്വതി കാദംബനി. സരസ്വതി പത്രികയാണ് വരുന്നത്. ഓക്കെ, അടുത്ത क्वेश्चन. കിനിംകോ में प्रयुक्त सर्वनाम कौन सा है? കിനിംകോയിലെ ഏത് സർവനാമാണ് വരുന്നത്? ഓപ്ഷൻസ് നോക്കാം. കുച്ച്, കോൻ, ക്യാ, കോയി. ഓക്കെ, ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരാ. കോയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സഹി പ്രയോഗ് കോൻ സാ ഹെ? ശരിയായ പ്രയോഗം ഏതാണ്? ഓക്കെ, ഇതിൽ കോയി ആണ് ആൻസർ വരാ കേട്ടോ. 58ാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സഹി പ്രയോഗം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. छोटा नौका में, छोटी नौका में, छोटी नौके में, छोटे नौकों में. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരാ. छोटे नौकों में. ഓക്കെ, അടുത്ത क्वेश्चन. 90ാമത്തെ क्वेश्चन ആണ്. इनमें सघोष या घोष व्यंजन कौन सा है? നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളുടെ വർഗീകരണം ഒക്കെ പഠിച്ചതായിരുന്നു അല്ലേ? വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സഘോഷ വ്യഞ്ജനാക്ഷരം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഗ, പ, ഘ, ഛ. ഏതാണ് ആൻസർ വരാ? നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ള ക്ലാസ് ആണ് വ്യഞ്ജനാക്ഷരങ്ങളുടെ ഒക്കെ വർഗീകരണം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഗ. അടുത്ത ക്വസ്റ്റ്യൻ. സൂർദാസ് കെ ഗുരു കോൻ ഥേ? സൂർദാസിന്റെ ഗുരു ആരാണ്? ഭക്തി കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചതാണ്, അഷ്ടജാപൊക്കെ പഠിച്ചതാണ് അല്ലേ? അഷ്ടജാപിൽ വല്ലഭാചാര്യന്റെ ശിഷ്യനാണ് സൂർദാസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത് തന്നെ. ഓക്കെ,
അപ്പോൾ സൂർദാസിന്റെ ഗുരു ആരായിരിക്കും? വല്ലഭാചാര്യനായിരിക്കും അല്ലേ? വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരാ, വല്ലഭാചാര്യ. അടുത്ത ക്വസ്റ്റ്യൻ, फूल बहुत सुंदर है इस वाक्य में क्रिया सूचक शब्द कौन सा है? ऑप्शंस നോക്കുക, सुंदर, बहुत, है, इनमें से कोई नहीं. ഏതാണ് ആൻസർ? ऑप्शन ए വരാ सुंदर. അടുത്ത ക്വസ്റ്റ്യൻ, പൂർവീയ ഹിന്ദി के अंतर्गत आने वाली बोली कौन सी है? നമ്മൾ ഭാഷ ഉപഭാഷകൾ 5 എണ്ണം, ബോലികൾ 18 എണ്ണം പഠിച്ചതാണ് അല്ലേ? അതിൽ പൂർവീയ ഹിന്ദി ഉപഭാഷയുടെ ബോലി ഏതെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക, ബ്രജ്, അവധി, ഖഡിബോലി, ബുന്ദേലി. ഏതാണ് ആൻസർ വരാ? ഓക്കെ, ആൻസർ വരുന്നത് അവധി ഭാഷയാണ്. പൂർവീയ ഹിന്ദിയുടെ ബോലി അവധി ഭാഷയാണ് വരാ. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു ഭാഷയൊക്കെ. അപ്പൊ എല്ലാവർക്കും അത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, കാലക്രम की दृष्टि से छायावादी युग कब शुरू हो गया है? കാലക്രമം അനുസരിച്ച് ഛായാവാദി യുഗം വരുന്നത് എപ്പോഴാണ്? ഓക്കെ, ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഛായാവാദി യുഗം എപ്പോഴാണ് വരാ? ഓപ്ഷൻസ് നോക്കുക, ദ്വിവേദി യുഗ के बाद, പ്രയോഗവാദി യുഗ के बाद, പ്രഗതിവാദി യുഗ के बाद, ഭാരതേന്ദു യുഗ के पहले. ഏതായിരിക്കും ആൻസർ വരാ? ഛായാവാദി യുഗം വരുന്നത് എപ്പോഴെന്നാണ് ക്വസ്റ്റ്യൻ. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെ? നമ്മൾ കാലവിഭാജൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹിന്ദി സാഹിത്യത്തിന്റെ കാലവിഭാജൻ, നഗേന്ദ്രന്റെ കാലവിഭാജനിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആധുനിക കാലിന്റെ വർഗീകരണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ തന്നെ നമ്മൾ കവിതകളൊക്കെ പഠിക്കുന്ന സമയത്ത് വാർത്തേന്ദു കാല്, അത് കഴിഞ്ഞിട്ട് ദ്വിവേദി കാല്, ദെൻ ഛായാവാദ കാല്, അത് കഴിഞ്ഞാണ് പ്രഗതികാലം, പ്രയോഗകാലം ഒക്കെ വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഛായാവാദി യുഗം എപ്പോഴാണ് വരാ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരാ, ദ്വിവേദി യുഗ के बाद. ദ്വിവേദി യുഗം കഴിഞ്ഞിട്ടാണ് ഛായാവാദി യുഗം വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 95ാമത്തെ ക്വസ്റ്റ്യൻ, അകർമക ക്രിയ का प्रयोग किस वाक्य में है? ऑप्शंस നോക്കുക, शिक्षक पढ़ाता है, उसने कहानी लिखी, किसान खेती करता है, लड़कियां नाचती है. ഏതാണ് ആൻസർ വരാ? 95ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാ, लड़कियां नाचती है. അടുത്ത ക്വസ്റ്റ്യൻ, पिंगल साहित्य का संबंध मुख्यतः किस भाषा से है? ഓക്കെ, ഏത് ഭാഷയായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഷയാണ് പിംഗൽ ഭാഷ? ഓപ്ഷൻസ് നോക്കുക, അവധി, മൈഥിലി, ബിഹാരി, ബ്രജ്. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, ബ്രജ്. അടുത്ത ക്വസ്റ്റ്യൻ, ആം കെ ആം ഘുഡലി കെ ധാം. ഈ ലോകോക്തിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ്, സ്വാദിഷ്ട ഭോജൻ കർന, ഉപഹാർ ദേന, ദോഹരാ ലാഭ് മിൽന, ഭാരി നുക്സാൻ ഹോന. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, ദോഹര ലാഭ് മിൽന. അടുത്തത് 98ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നിരാല की കവിത ജുഹി की കലിയിലെ വിഷയവസ്തു എന്താണ്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജുഹി की കലി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ എന്തായിരുന്നു വിഷയവസ്തു വരുന്നത്? ജുഹി की കലിയും പവനും തമ്മിലുള്ള പ്രണയം, വിരഹമാണ് വരുന്നത് അല്ലെ? വിരഹ വേദന അനുഭവിക്കുന്ന, പവനെ കാണാണ്ട് ജുഹി की കലി അനുഭവിക്കുന്ന വിരഹമാണ് അതിൽ സ്റ്റോറി വരുന്നത്. ഓപ്ഷൻസ് നോക്കാം, धार्मिक सद्भावना, माँ की ममता, छुआछूत की समस्या, विरह की भावना. ഏതായിരിക്കും ആൻസർ വരാ? വിരഹ की ഭാവനയാണ് അവിടെ ആൻസർ വരുന്നത് കേട്ടോ. ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കുക, ആദ്യകാലിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? പൃഥ്വിരാജ് രാസോ के संबंध में सही प्रस्ताव कौन सा है? നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ള രചനയാണ് പൃഥ്വിരാജ് രാസോ. രാസോ കാവ്യമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. അതിൽ പൃഥ്വിരാജ് രാസോ ഏത് ടൈപ്പിലുള്ള കാവ്യാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ? ഓപ്ഷൻസ് നോക്കാം, മുക്ത കാവ്യാണോ, പ്രബന്ധ കാവ്യ, ചമ്പു കാവ്യ, ഗദ്യ കാവ്യ. ഏത് കാവ്യാണ് പൃഥ്വിരാജ് രാസോ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, അതൊരു പ്രബന്ധ കാവ്യാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, സ്കന്ദഗുപ്ത നാടക പാത്ര ഇൻമേം കോൻ ഹെ? സ്കന്ദഗുപ്ത നാടകിലെ കഥാപാത്രം ഇതിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കുക, ചാണക്യ, ബിംബിസാര, കുമാരദാസ്, പ്രസേൻജിത്ത്. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരാ, കുമാരദാസ്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്കന്ദഗുപ്ത എന്ന നാടകമൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ പൊതുവെ ചോദിക്കുന്നത് കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ടും അതുപോലെ സ്കന്ദഗുപ്ത നാടകത്തിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിരുന്നു പൊതുവെ ചോദിച്ച് കണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത കുറച്ചുകൂടി അങ്ങ് ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ചുകൂടി അത്ര പ്രാധാന്യമില്ലാത്ത ഒരു ക്യാരക്ടറാണ് ചോദിച്ചു കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഏത് രചന നമ്മൾ പഠിച്ചാലും അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഇൻമേ കോൺ നിർഗുൺ കാവ്യധാരാ സെ സംബന്ധിത് കവി നഹീ ഹെ? നിർഗുൺ കാവ്യധാരയായിട്ട് റിലേറ്റ് ചെയ്യാത്ത കവി അല്ലെങ്കിൽ നിർഗുൺ കാവ്യധാരയിലെ കവി അല്ലാത്തതാരെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം, കുത്തുബൻ, ദെൻ കബീർ ദാസ്,
ദാദു ദയാൽ ധർമ്മദാസ്. ഏതാണ് ആൻസർ വരുന്നത്? 101ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരാ, കുത്തുബൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻമേം ശ്രീലിംഗ ശബ്ദ കോൺസാ ഹെ? ശ്രീലിംഗ ശബ്ദ ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ബാത്ചീത്, സംവാദ്, വാർത്താലാപ്, കഥോപകഥൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ബാത്ചീത് ആണ് ശ്രീലിംഗ ശബ്ദം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ശീതൽ ജ്വാല ജൽത്തി ഹെ, ഈദൻ ഹോത്ത ദൃഗ് ജൽക കിസ്കി പങ്ക്തിയാം ഹെ? ऑप्शंस नोका. महादेव वर्मा की, जयशंकर प्रसाद की, माखनलाल चतुर्वेदी की, സുമിത്രാനന്ദൻ പന്ത് की. ഏതാണ് ആൻസർ വരാ? ജയശങ്കർ പ്രസാദിന്റെ വരികളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കർമ്മവാചിക സഹി പ്രയോഗ കോൺസാ ഹെ? കർമ്മവാച്ചിന്റെ ശരിയായ പ്രയോഗം താഴെ കൊടുത്തിരിക്കുന്നവയിൽ എവിടെയാണ് വന്നിട്ടുള്ളത്? ഓപ്ഷൻസ് നോക്കുക. दोनों घरों के बीच दीवार बनाया गया, दोनों घरों के बीच दीवार बनाए गए, दोनों घरों के बीच दीवार बनाया, दोनों घरों के बीच दीवार बनाई गई. ഏതാണ് ആൻസർ വരാ? दोनों घरों के बीच दीवार बनाई गई. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യ അധൂരെ നാടക के रचनाकार कौन है? ആദ്യ അധൂരെ എന്ന നാടകത്തിലെ രചനാകാരൻ ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ലക്ഷ്മി നാരായൺ ലാൽ, ഉദയ് ശങ്കർ ഭട്ട്, ജഗദീഷ് ചന്ദ്ര മാഥുർ, മോഹൻ രാഗേഷ്. ഏതാണ് ആൻസർ വരാ? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മോഹൻ രാഗേഷിന്റെ നാടകങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആദ്യ അധൂരെ എന്ന് പറയുന്നത് മോഹൻ രാഗേഷിന്റെ നാടകമാണെന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രിയ പ്രവാസ് के रचनाकार का एक और काव्य कौन सा है എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? നോർമലി പ്രിയപ്രവാസ് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഹരിയൗദ് ആണെന്ന്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രിയപ്രവാസ് എന്ന രചനാകാർ, പ്രിയപ്രവാസ് എഴുതിയ റൈറ്ററിന്റെ മറ്റൊരു കാവ്യകൃതി ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ രചനകളും നമ്മൾ പഠിക്കണം അല്ലേ? ഓപ്ഷൻസ് നോക്കാം. യശോധര, ത്രിശൂല്, രശ്മി രേഖ, വൈദേഹി വനവാസ്. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാ, വൈദേഹി വനവാസ്. അടുത്ത ക്വസ്റ്റ്യൻ, संप्रदान कारक को सूचित करने वाले परसर्ग कौन सा है? संप्रदान कारक സൂചിപ്പിക്കുന്ന പരസർഗ് ഏതാണ്? സംപ്രദാൻ കാരകിന്റെ ചിഹ്നം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. നെ, സേ, കോ, കി. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ സി ആണ് ആൻസർ വരാ, കോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? സംപ്രദാൻ കാരകിന്റെ ചിഹ്നം, വിഭക്തി ചിഹ്നം ഏതെന്നുള്ളത് മാത്രമേ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു ഉദാഹരണം തന്നിട്ട് കണ്ടുപിടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റിയതായിരുന്നു. അടുത്ത നോക്കാം. പ്രേംചന്ദ് का उपन्यास निर्मला की विशेषता कौन सा है? നിർമ്മല എന്ന ഉപന്യാസത്തിന്റെ വിശേഷത എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ചരിത്ര പ്രധാന ഉപന്യാസ്, ഐതിഹാസിക ഉപന്യാസ്, അനൂദിത ഉപന്യാസ്, വൈജ്ഞാനിക ഉപന്യാസ്. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, ചരിത്ര പ്രധാൻ ഉപന്യാസ്. അടുത്ത ക്വസ്റ്റ്യൻ, വ്യാകരണിക് ദൃഷ്ടി से सही प्रयोग कौन सा है? വ്യാകരണിക് ദൃഷ്ടി से ഗ്രാമാറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ ശരിയായ പ്രയോഗം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ലഡ്കെ ने पुस्तक लाया, लड़का पुस्तक लाया, लड़का पुस्तक लाई, इनमें से कोई नहीं. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, ലഡ്ക പുസ്തക് ലായ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂതകാലീന ക്രിയ का सही प्रयोग किस वाक्य में है? ऑप्शंस नोका. उसने 10 मोती खरीदे, उसने 10 मोतियाम खरीदी, वह 10 मोती खरीदा, वह 10 मोतियाम खरीदा. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, उसने 10 मोती खरीदे. അടുത്ത ക്വസ്റ്റ്യൻ, किसान अपना काम आप करता है, इस वाक्य में आप कौन सा सर्वनाम है? വളരെ എളുപ്പത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ആപ്പ് എന്ന് പറയുന്നത് ഏത് സർവനാമാണ്? ഓപ്ഷൻസ് നോക്കാം. निजवाचक सर्वनाम, उत्तम पुरुषवाचक सर्वनाम, निश्चयवाचक सर्वनाम, संबंधवाचक सर्वनाम. ഇവിടെ अपना काम स्वयं करता है അല്ലെങ്കിൽ കിസാൻ സ്വന്തം ജോലി സ്വയം ആണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന സെന്റൻസിന്റെ മീനിങ്. അപ്പൊ ആപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഖുദ്, സ്വയം എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് സർവനാമായിരിക്കും അവിടെ വരാ? നിജവാചക സർവനാമാണ് വരാ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരാ. അടുത്ത ക്വസ്റ്റ്യൻ, ജയശങ്കർ പ്രസാദ് का नाटक इनमें कौन सा है? ജയശങ്കർ പ്രസാദിന്റെ നാടകം ഏതാണ്? വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം അല്ലേ? ഏതായിരിക്കും? ഓപ്ഷൻസ് നോക്കുക. രാജമുകുട്, രാജശ്രീ, രാജയോഗ, ശശി ഗുപ്ത. ഓക്കെ, പഠിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാം. രാജശ്രീ ആണ് ജയശങ്കർ പ്രസാദിന്റെ നാടകം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻമേം സഗ്യാ ശബ്ദ കോൺ സാ ഹെ? സഗ്യാ ശബ്ദ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? മീട്ടി, സ്വാദിഷ്ട, മസേദാർ, മിഠാസ്. ഏതാണ് ആൻസർ വരാ?
മസേദാറാണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മഹാദേവ് വർമ്മ की कविताओं की प्रमुख विशेषता क्या है? മഹാദേവ് വർമ്മയുടെ കവിതകളുടെ പ്രത്യേകത എന്താണ്, വിശേഷത എന്താണ്? ऑप्शंस നോക്കുക. आध्यात्मिक वियोग की अभिव्यक्ति, प्रगतिवादी चेतना की अभिव्यक्ति, सामाजिक विचारधारा की अभिव्यक्ति, वीर भावनाओं की अभिव्यक्ति. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, आध्यात्मिक वियोग की अभिव्यक्ति. അടുത്ത ക്വസ്റ്റ്യൻ दुख कहानी में दिलीप को जीवन के असली दुख का एहसास कब हुआ? ദുഃഖ് എന്ന കഹാനിയിലെ കേന്ദ്ര കഥാപാത്രമാണ് ദിലീപ്. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള ദുഃഖത്തെ കുറിച്ചുള്ള എന്താണ് എഹസാസ് എപ്പോഴാണ് ഉണ്ടായത്? ഓപ്ഷൻസ് നോക്കാം. पत्नी के चले जाने पर, नौकरी न मिलने पर, गोमशे वाले लड़के से मिलने पर, प्राकृतिक आपदा का सामना करने पर. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരാ. കാരണം എന്താ, നമ്മൾ ദുഃഖ് എന്ന കഹാനിയിലെ കേന്ദ്ര കഥാപാത്രമാണ് ദിലീപ്. അദ്ദേഹത്തെ വേർപിരിഞ്ഞ് പോയതാണ് അദ്ദേഹത്തിന്റെ പത്നി. പല എന്താണ് വഴക്കുകൾ ഉണ്ടായിട്ട് വൈഫ് പോയി. പക്ഷെ അതൊന്നും ആയിരുന്നില്ല ശരിക്കുള്ള എന്താണ് ദുഃഖം എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് എപ്പോഴാ? ഗോംചെ വാലെ ലഡുക്കെ, ഒരു പക്കവട വിൽക്കണ ഒരു കുട്ടിയെ കണ്ടതിന് ശേഷം ആ കുട്ടിയുടെ ശരിക്കുള്ള വിഷമം മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ശരിയായ ദുഃഖം എന്താണെന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുമാർ അംബുജ് की कविता संग्रह ഏതാണ്? ഓപ്ഷൻസ് ദീപശിഖ, രശ്മിരതി, രശ്മിരേഖ, അമീരി രേഖ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 116ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി, അമീരി രേഖയാണ് കുമാർ അംബുജിന്റെ കവിത. അടുത്ത ക്വസ്റ്റ്യൻ अज्ञेय की कविता नदी के द्वीपों में नदी और द्वीप क्रमशः किनके प्रतीक है? ऑप्शंस नोका. प्रकृति और जीव जंतु का, मन और बुद्धि का, ईश्वर और मानव का, समाज और व्यक्ति का. ओके, 117ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ഈശ്വർ और मानव का. അടുത്ത ക്വസ്റ്റ്യൻ താർ സപ്തക് നാമക കാവ്യസംഗ്രഹ का संबंध इनमें किससे है? താർ സപ്തക് കാവ്യസംഗ്രഹ വരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഓപ്ഷൻസ് നോക്കാം. പ്രഗതിവാദ, ഛായാവാദ, പ്രയോഗവാദ, ഹാലാവാദ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ആൻസർ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പഠിച്ചത് അല്ലേ? കവിത പഠിച്ച സമയത്ത് നമ്മൾ താർ സപ്തക് പഠിച്ചതാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരാ, പ്രയോഗവാദാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 119. वापसी कहानी में गजाधर बाबू को ऐसा अनुभव होता है कि पत्नी और बच्चों के लिए वे केवल धनोपार्जन का निमित्त मात्र है. क्यों? ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് വാപ്പസി കഹാനിയിൽ ഗജാധർ ബാബുവിന് അനുഭവം വന്നത്? പത്നിയും മക്കൾക്കും, അതായത് ഭാര്യയ്ക്കും മക്കൾക്കും ഞാനൊരു എന്താണ് പണം സമ്പാദിക്കാനുള്ള ഒരു ഇത് മാത്രമായിരുന്നു, വസ്തു മാത്രമായിരുന്നു എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നലുണ്ടായത്? ഓപ്ഷൻസ് നോക്കാം. गजाधर बाबू ने घर वालों को प्यार नहीं किया, घर वाले गजाधर बाबू का तिरस्कार करने लगे, गजाधर बाबू स्वार्थी और घमंडी था, गजाधर बाबू धन कमाना नहीं चाहता था. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, घर वाले गजाधर बाबू का तिरस्कार करने लगे. ओके, അടുത്ത ക്വസ്റ്റ്യൻ सार्वनामिक विशेषण का प्रयोग किस वाक्य में है? सार्वनामिक विशेषण ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന ഏത് സെന്റൻസിലാണ്? ഓപ്ഷൻസ് നോക്കുക. उधर कौन खड़ा है, उसने गीत गाया, उस संदूक में क्या है, वो क्या करता है. 120ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, वो क्या करता है. അടുത്ത ക്വസ്റ്റ്യൻ 121ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സർവഭാഷാ വ്യാകरण की परिकल्पना को प्रस्तुत करने वाला कौन है? വളരെ ഈസി ക്വസ്റ്റ്യൻ. സർവഭാഷാ വ്യാകരണ സിദ്ധാന്തം ആരുടെയാണ്? നോം ചോംസ്കിയുടെ സിദ്ധാന്തമാണ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവർക്കും അത് എളുപ്പമായിരിക്കും അല്ലേ? അടുത്ത നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ सार्थक और बोधगम्य भाषा सुनने, पढ़ने और लिखने की अधिकतम संभावना किसमें है? ऑप्शन प्रोक्ति परक शिक्षण विधि में, अप्रत्यक्ष विधि में, अभिक्रमित अनुदेशन में, त्रुटि विश्लेषण में. ऑप्शन ए ആണ് റൈറ്റ് ആൻസർ വരാ, प्रोक्ति परक विश्लेषण विधि में. അടുത്ത क्वेश्चन शिक्षार्थी को अपने परिवेश से संबंधित कोई शब्द सीखने का मौका देकर उन्हीं शब्दों से वाक्य रचने को प्रोत्साहित करने का तरीका क्या है? 123ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കുക. ഗൃഹലേഖൻ, പ്രതിലേഖൻ, ജൈവിക് ലേഖൻ, ഹസ്തലേഖൻ. ആൻസർ വരുന്നത് ഗൃഹലേഖൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ चॉम्स्की का मानना था कि व्यक्ति बिना किसी प्रकार की सीख के किसी भाषा को सुनकर ही उसके नियम जान सकते हैं. ऐसे करने की क्षमता निम्नलिखित में से किससे जुड़ी है? ऑप्शंस का अनुकूलन, पुनर्फलन, व्यवहारवाद, भाषा अधिग्रहण, उपकरण.
ഏതാണ് ആൻസർ വരാ? 124 ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാ, ഭാഷാ അധിഗ്രഹൺ ഉപകरण. അടുത്ത क्वेश्चन, इनमें कौन सा प्रस्ताव भाषा शिक्षण विधि में आख्यान के लिए संगत है? ऑप्शंस, इसमें संवाद की संभावना अपेक्षाकृत कम है, इसकी संरचना कठिन होती है, एक दूसरे से जुड़ी घटनाओं का क्रम है, कक्षा में इसकी प्रस्तुति छात्र द्वारा की जाती है. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. इसमें संवाद की संभावना अपेक्षाकृत कम है. അടുത്ത क्वेश्चन, आकलन प्रक्रिया के संबंध में कौन सा प्रस्ताव सही है? ऑप्शंस नोका, यह केवल पदोन्नति देने का कार्य है, यह छात्रों को पराजित करने का प्रक्रिया है, यह शिक्षण प्रक्रिया के साथ साथ चलती है, यह प्रतिभावना छात्रों के लिए चलाई जाती है. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. यह शिक्षण प्रक्रिया के साथ साथ चलती है. അടുത്ത क्वेश्चन, कक्षा में कुछ छात्र पत्र की रूपरेखा में गलती करती है, यहाँ किस प्रकार का संशोधन होना है? ऑप्शंस നോക്കുക, വാക്യപരക്, രൂപപരക്, പ്രോക്തിപരക്, സ്വനിംപരക്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്രോക്തിപരക് ആണ് അവിടെ संशोधन ആവശ്യമായിട്ട് വരാം. അടുത്ത क्वेश्चन, कक्षाई प्रक्रियाओं के दौरान बच्चों की धारणा को समझने के लिए शिक्षक अवधारणा मानचित्र या सन प्रत्यय मानचित्र तैयार करने का कार्य देता है, ये किसके अंतर्गत आता है? ऑप्शंस नोका, रचनात्मक आकलन, कार्यकालांत आकलन, परियोजना के देन प्रदत्त कार्य के. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരാ, കാര്യകാലാന്ത മൂല്യാങ്കൻ. ഓക്കെ, അടുത്ത क्वेश्चन, മൗൻ വാചൻ के संदर्भ में इनमें कौन सा सही है? മൗൻ വാചനായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് ശരി എന്നാണ് क्वेश्चन. समवेत वाचन के लिए सहायक, प्राथमिक कक्षा के लिए अधिक उपयोगी, शुद्ध उच्चारण करने के लिए सीखने के लिए सहायक, स्वाध्याय के लिए अधिक सहायक. ഏതാണ് ആൻസർ വരാ? ऑप्शन डी ആണ് റൈറ്റ് ആൻസർ വരാ, स्वाध्याय के लिए अधिक सहायक होती है मौन वाचन. അടുത്ത क्वेश्चन, प्रत्येक संरचनावादी ज्ञान निर्मितवादी कक्षा के वातावरण के संदर्भ में कौन सी बात असंगत है? ऑप्शंस नोका, अध्येता की रुचि एवं विकास को मानने वाला, देन सहकारिता और संवाद माहौल हो, जनतांत्रिक हो, शैक्षिक कार्य व्यवहारवाद पर आश्रित हो. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, जनतांत्रिक हो. അടുത്ത क्वेश्चन, बूढ़ी माँ से दौड़ी नहीं जाती, इस वाक्य का ശരിയായ രൂപം, ആ ഒരു സെന്റൻസിന്റെ ശരിയായ രൂപം ഏതാണ്? संशोधित रूप कौन सा है? ऑप्शंस होगा, बूढ़ी माँ ने दौड़ी नहीं जाती, बूढ़ी माँ से दौड़ा नहीं जाता, देन बूढ़ी माँ को दौड़ी नहीं जाती, बूढ़ी माँ को दौड़ा नहीं जाता. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, बूढ़ी माँ से दौड़ा नहीं जाता. അടുത്ത क्वेश्चन, किसी विशेष प्रसंग को गहराई से समझने तथा छात्रों की तार्किक क्षमता को जगाने के लिए सबसे अनुकूल प्रश्न इनमें कौन सा है? ऑप्शंस नोका, बोध प्रश्न, विश्लेषणात्मक प्रश्न, प्रस्तावना प्रश्न, आशय ग्रहण प्रश्न. ओके, आंसर വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആശയ ग्रहण के प्रश्न. അടുത്ത क्वेश्चन, मात्रेतर भाषा हिंदी में अध्येता का श्रवण कौशल बढ़ाने के लिए महत्वपूर्ण है. ऑप्शंस नोका, अनुवाद विधि का सहारा लेना, परोक्ष विधि को अपनाना, प्रत्यक्ष विधि को अपनाना, मातृभाषा में संवाद सुनिश्चित करना. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരാ, मातृभाषा में संवाद सुनिश्चित करना. അടുത്ത क्वेश्चन, सीखने का अनुभव बाह्य के बजाय आंतरिक विचारों से शुरू होना चाहिए, यह प्रस्ताव इसमें किससे संबंधित है? ऑप्शंस नोका, सस्वर वाचन, आदर्श वाचन, अतिरिक्त वाचन. ഏതാണ് ആൻസർ വരാ? 134ാമത്തെ क्वेश्चन ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, अतिरिक्त वाचन से. അടുത്ത क्वेश्चन, आशयपरक संशोधन के पहले शिक्षक को क्या सुनिश्चित करना चाहिए? ऑप्शंस नोका, शिक्षक को उस विषय से संबंधित अपनी प्रस्तुति करनी है, छात्रों को उस विषय से संबंधित गृह कार्य करने का अवसर देना है, छात्रों को व्याकरण की सीख देनी है, छात्रों को उस विषय से संबंधित अनुबंध कार्य देना है. ഏതാണ് ആൻസർ വരാ? 135ാമത്തെ क्वेश्चन ആണ്, ऑप्शन ए ആണ് राइट आंसर, शिक्षक को उस विषय से संबंधित अपनी प्रस्तुति करनी है. അടുത്ത क्वेश्चन,
136 क्वेश्चन आना, भाषाजन को सफल बनाने के लिए सबसे उपयुक्त कार्य इनमें कौन सा है? ऑप्शंस नोका, विविधतापूर्ण आंतरिक अनुभव देना, दंड का प्रावधान करना, केवल रटने की सुविधा देना, लिखित कार्यों को प्राथमिकता देना. ഏതാണ് ആൻസർ വരാ? ഓക്കെ, വിവിധതാപൂർണ്ണ आंतरिक अनुभव देनेയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, मात्रेतर भाषा के रूप में हिंदी शिक्षण के लिए सबसे अनुकूल इनमें कौन सा है? ऑप्शंस नोका, गृह कार्य का अवसर देना, कक्षा में मातृभाषा का प्रयोग करना, शुद्ध लेख का अवसर देना, कक्षा में हिंदी का वातावरण बनाए रखना. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, कक्षा में हिंदी का वातावरण बनाए रखना. അടുത്ത ക്വസ്റ്റ്യൻ 138 क्वेश्चन आना, दृश्य श्रव्य उपकरण की संभावना से युक्त इनमें कौन सा है? ऑप्शंस नोका, फ्लैश कार्ड, मानचित्र, भाषा प्रयोगशाല, अखबार. ഏതാണ് ആൻസർ വരാ? ഭാഷാ പ്രയോഗശാലയാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, मात्रेतर भाषा के अधिगम के लिए शैक्षणिक उपकरण के रूप में आख्यान का प्रयोग किस स्तर के बच्चों के लिए अधिक संगत है? ऑप्शंस नोका, प्राथमिक स्तर के, माध्यमिक स्तर के, उच्च माध्यमिक स्तर के, विश्वविद्यालय स्तर के. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, ഉच्च माध्यमिक स्तर के. അടുത്ത ക്വസ്റ്റ്യൻ, समावेशी शिक्षा इंक्लूसिव एजुकेशन का उद्देश्य എന്താണ്? ऑप्शंस नोका, विशेष मदद चाहने वाले को शिक्षा का अवसर देना, प्रतिभावान छात्रों को शिक्षा का अवसर देना, हास्यकृत छात्रों को शिक्षा का अवसर देना, कक्षा में सभी को शिक्षा का अवसर देना. ഏതാണ് ആൻസർ വരാ? कक्षा में सभी को शिक्षा का अवसर देना. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, प्रत्येक संरचनावादी ज्ञान निर्मितवादी भाषा कक्षा में छात्रों की लिखित उपजों को पारिभाषित करने की उचित प्रक्रिया कौन सी है? ऑप्शंस नोका, अनुलेखन, श्रुतलेखन, संशोधन, द्रुतलेखन. ആൻസർ വരുന്നത് संशोधनाണ് ട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, कौन सा प्रस्ताव भाषा अधिगम के संदर्भ में कथानक के महत्व को सूचित करता है? ऑप्शंस नोका, नए ज्ञान को संपूर्ण एवं समग्र रूप से प्राप्त करने का अवसर हो, विषय वस्तु छात्रों के लिए रुचिकर और पाठ्यक्रम के लिए प्रासंगिक हो, छात्रों की सक्रिय भागीदारी को प्रोत्साहित करने वाले हो, उपयुक्त सभी. 142 क्वेश्चन ആണ്, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, उपयुक्त सभी. അടുത്ത ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, भाषाजन की दृष्टि से भाषाई कौशलों का सही क्रम ഏതാണ്? ഓപ്ഷൻസ് നോക്കാം, ലേഖൻ, വാചൻ, ഭാഷൺ, ശ്രവൺ, ശ്രവൺ, ഭാഷൺ, വാചൻ, ലേഖൻ, വാചൻ, ലേഖൻ, ഭാഷൺ, ശ്രവൺ, ലേഖൻ, ഭാഷൺ, ശ്രവൺ, വാചൻ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, LSRW. നമ്മൾ ഒരുപാട് തവണ പഠിച്ചതാണ് അല്ലേ? ഓക്കെ, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഇതാണ് ശരിയായ ഓർഡർ വരാം ഭാഷായി കൗശലിന്റെ. അടുത്ത ക്വസ്റ്റ്യൻ, उसने पुस्तक पढ़ता है, यहाँ किस प्रकार का संशोधन होना है? ऑप्शंस होगा, रूपपरक, स्वनिमपरक, वाक्यपरक, आशयपरक. आंसर വരുന്നത് वाक्यपरक ആണ് ട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, वाचन कौशल की गति बढ़ाने में कौन सी युक्ति अधिक उपयोगी है? ओके, ऑप्शंस നോക്കാം, മൗൻ വാചൻ, അനുകरण വാചൻ, ആദർശ വാചൻ, അങ്കിത് വാചൻ. ആദർശ വാചനാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, भाषाई कक्षा में घटना वर्णन तैयार करने के प्रस्तुत करने वाले से किस कौशल का विकास सुनिश्चित किया जा सकता है? ऑप्शंस का, भाषण कौशल का, लेखन कौशल का, सृजनात्मक कौशल का, उपयुक्त सभी का. ഇത് മൂന്ന് ആവശ്യമാണ് അല്ലേ? ആൻസർ വരുന്നത് ഉപയുक्त സഭിയാണ്. അടുത്ത क्वेश्चन, भाषा शिक्षण में विषय को सुबोध बनाने के लिए इनमें किन का इस्तेमाल किया जाता है? ऑप्शंस का, दृश्य उपकरणों का, दृश्य श्रव्य उपकरणों का, मुद्रित उपकरणों का, उपयुक्त सभी. आंसर വരുന്നത് ऑप्शन डी ആണ്. അടുത്ത क्वेश्चन, इनमें भाषण कौशल के विकास में सहायक है? ऑप्शंस का, दृश्याभास, भूमिका निर्वाह, മൂകാഭിനയ, കവിതാപാഠ. ഏതായിരിക്കും ഭാഷൺ ശിക്ഷണത്തിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരാ, കവിതാപാഠ. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷा के बारे में अध्ययन किसके अंतर्गत आते हैं? ऑप्शंस, व्याकरण शिक्षण, साहित्यिक शिक्षण, नाट्य शिक्षण, काव्य शिक्षण. आंसर വരുന്നത് ഓപ്ഷൻ എ ആണ്, വ്യാകरण शिक्षण.
അടുത്ത क्वेश्चन 150ാമത്തെ क्वेश्चन ആണ് मात्रेतर भाषा हिंदी की शुरुआती कक्षा में हिंदी में आख्यान प्रस्तुत करते समय इनमें मुख्य रूप से किसको सुनिश्चित करना है? ऑप्शंस नोका, अर्थग्रहण को, वर्णों की बनावट को, श्रुतलेखन की क्षमता को, गृह कार्य को. ഏതാണ് ആൻസർ വരാ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്, അർത്ഥഗ്രഹൺ കോ. അപ്പോൾ ഏകദേശം 71 മുതൽ നമ്മുടെ ഹിന്ദി കേട്ടറ്റ് 4-ലെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബി ആണ് കേട്ടോ ഡിസ്കസ് ചെയ്തത്. അതിൽ ഏകദേശം 150 71 മുതൽ 150ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഹിന്ദി നമ്മൾ കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞു. ഇത് ഒഫീഷ്യൽ ആൻസർ കീ അല്ല എന്ന കാര്യം ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. ഇതിൽ മിസ്റ്റേക്സ് വരാം. ശരിക്കുള്ള ആൻസർ കീ ഒഫീഷ്യൽ ആൻസർ കീ വന്നതിന് ശേഷം ചിലപ്പോൾ ഇതിൽ മിസ്റ്റേക്സ് സംഭവിക്കാം. ഓക്കെ, എന്നാലും ഏകദേശമുള്ള ഒരു ആൻസർ കീയാണ് നമ്മളിപ്പോൾ തന്നിട്ടുള്ളത്. ഇത് നോക്കിയിട്ട് നിങ്ങളുടെ ആൻസർ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. പൊതുവേ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഗ്രാമറൊക്കെ പഠിച്ചവർക്കാണെങ്കിലും രചനകൾ പഠിച്ചവർക്കാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നാൽ കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എളുപ്പമായിരുന്നിരിക്കണം. നമ്മുടെ സിലബസിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എളുപ്പമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.